നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇത്രയും ഐറ്റംസ് നമ്മുടെ കോൾസ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയിലേക്ക് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളെ ഒന്ന് വിശദമായിട്ട് എല്ലാം ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്തു. നമ്മുടെ വണ്ടി ഇപ്പോൾ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർ വീഡിയോകളായിട്ട് നിങ്ങൾ കണ്ടു കാണും, ഓരോരോ അപ്ഡേഷൻസ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി പെയിന്റിങ്ങിന് കയറ്റുന്നതിന് മുമ്പേ ആയിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഈ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ വണ്ടിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള സ്പെയർ പാർട്സ് നമുക്കെടുത്ത് ഇങ്ങോട്ട് ഓരോന്നായിട്ട് വെക്കാം. ഇതൊന്ന്, അതേപോലെ തന്നെ ഇത് രണ്ടും കൂടെ ഒരു വലിയ ബോക്സ് ഉണ്ട്. ഇതൊന്ന്, പിന്നെ വരുന്നത് ഇതാണ്, പിന്നെ ഇത്, പിന്നെ ഇതും ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ അവിടെ ആക്സറീസ് ആണ്, അത് വിശദമായിട്ട് പരിചയപ്പെടുത്തരാം. അപ്പോൾ ആദ്യം തന്നെ ഈ ബോക്സ് ഇതെന്തുവാന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം. ഇതെന്തോന്ന് വെച്ചാൽ നമ്മുടെ കോളിസിന്റെ ഡിക്കി ഡോറിൽ വരുന്ന റിഫ്ലക്ടർ ആണ്. ഇതാണ് നമ്മൾ ആദ്യം മേടിച്ചത് കേട്ടോ. ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. കാരണം ഒറിജിനലിന് നല്ല വിലയാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ആമസോണിൽ മേടിച്ചിട്ട് ഇതിട്ട് യൂസ് ചെയ്യാന്ന് ഓർത്തു. അതിനുശേഷം ഇത് ഉപയോഗിച്ച് കുറച്ചാൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒറിജിനൽ മേടിക്കാന്ന് ഓർത്തു. അപ്പോൾ അതെ, രണ്ട് സെറ്റ് അതാണ് മേടിച്ചത്. അപ്പോൾ അടുത്ത വാങ്ങിയത് നമ്മുടെ സ്വിഫ്റ്റിന്റെ റൂഫ് ഹാൻഡിലാണ്. ഇതെല്ലാവരും കോളിസിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഇതിന് വില വരുന്നത് ഒരെണ്ണത്തിന് 150 രൂപയാണ് വരുന്നത്. അങ്ങനത്തെ 5 എണ്ണമാണെന്ന് തോന്നി ഞാൻ വാങ്ങിയത്. 5 എണ്ണം, അതെ 600 രൂപ എനിക്ക് മേടിച്ചപ്പം. അപ്പോൾ ഇതാണ് ഐറ്റം. ഇതെല്ലാവരും സ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്വിഫ്റ്റിൻ്റെതാണ്. വലിയ ഓൾട്രേഷൻ ഒന്നും വരുത്തേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് ഫിറ്റ് ആണ്. അപ്പോൾ അടുത്ത വാങ്ങിയത് നമ്മുടെ വണ്ടിയുടെ മോണോഗ്രാം ആണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ മോണോഗ്രാം വരുന്നത്. നമ്മുടെ കോളിസിന്റെ ആണ്. ഞാൻ RS-ന്റെ ആണ് മേടിച്ചത്. കാരണം നമ്മൾ ഈ ഒരു GS വണ്ടീനെ RS-ലേക്കാണ് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേരിയന്റ് ആണ്. അതായത് ഇപ്പോൾ ടോപ്പ് എൻഡ്, മിഡിൽ എൻഡ്, അങ്ങനെ ബേസ് അങ്ങനെ പറഞ്ഞില്ല. അപ്പം RS എന്നുള്ളത് കോളിസിന്റെ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. അപ്പോൾ RS-ലേക്കാണ് നമ്മൾ ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ RS-ന്റെ മോണോഗ്രാം ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പിന്നെ മേടിച്ചിരിക്കുന്നത് നമ്മുടെ ഡോർ ഹാൻഡിലാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഔട്ടർ ഡോർ ഹാൻഡിലാണ്. ഇതൊരു ക്രോം ടൈപ്പ് ആണ് മേടിച്ചിരിക്കുന്നത്. കാരണം ടോപ്പ് എൻഡിലൊക്കെ വരുന്ന ക്രോം ടൈപ്പ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മളൊരു ഇന്നർ ഹാൻഡിലൂടെ മേടിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഇന്നർ ഹാൻഡിലാണ്, കോളിസിന്റെ അകത്ത് വരുന്ന ഹാൻഡിലാണ്. അപ്പോൾ നമ്മളത് പഴകിയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതും നമ്മുടെ വണ്ടിയിലെ ഫുൾ, അതായത് 4 ഡോറിനും മേടിച്ചിട്ടുണ്ട്, ഇന്നറും ഔട്ടറും. അപ്പോൾ ടോട്ടൽ 8 എണ്ണമാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. ബോക്സിൽ ഫുള്ള് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ മേടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ 2 പെട്ടിയാണ് അടുത്തായിട്ട് നിങ്ങളെ പൊട്ടിച്ച് കാണിക്കാൻ പോകുന്നത്. എന്താണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായി കാണും. കാരണം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ലുമാക്സ് എന്ന്. നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് അടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ ഹെഡ്ലൈറ്റ് കണ്ടോ, മൊത്തത്തിൽ മങ്ങി പോയിട്ടുണ്ട്. ഇത് ടൊയോട്ടയുടെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ഇതൊരു തുറന്നു നോക്കില്ല. അപ്പോൾ 2 ഹെഡ്ലൈറ്റ് ഞാൻ പുതിയത് മേടിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ, നല്ല അടിപൊളി സാധനമാണ്. ലുമാക്സിന്റെ ആണ് വരുന്നത്. കാരണം കമ്പനി ഒറിജിനലിന്റെ വില നിങ്ങൾക്ക് അറിയാലോ. ഇത് തന്നെ ഏകദേശം ഒരു 2000 രൂപയുടെ മുകളിൽ നമുക്ക് വില വന്നിട്ടുണ്ട് ഒരെണ്ണത്തിന് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം ലെഫ്റ്റും റൈറ്റും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ വണ്ടിയിലേക്ക് മേടിച്ചിട്ടുള്ള ആക്സസറീസ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് കാണിക്കാൻ പോണത്. ഇതെന്താണ് സംഭവം എന്നല്ലേ കാണിച്ചു തരാം. വണ്ടിയുടെ അകത്ത് നമ്മുടെ ഫ്ലോറിൽ വെക്കുന്ന ലൈറ്റ് ആണ്, ഫ്ലോർ ലൈറ്റ് ആണിത്. അപ്പോൾ ഈ ഒരു സംഭവം എന്താ വെച്ചാൽ, എൻ്റെ എല്ലാ വണ്ടികളിലും നമ്മൾ രാത്രി ഓടിക്കുന്ന സമയത്ത് ഫ്ലോർ ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇരുട്ടത്തിരുന്ന് ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കോളേജിലേക്ക് നമ്മൾ ആദ്യം മേടിച്ചത് ഈ ഒരു ഫ്ലോർ ലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ വാങ്ങിയത് ഡാഷ് ക്യാമറ ആണ് കേട്ടോ. dashcam-insider.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് സ്ഥിരമായിട്ട് ഞാൻ ഡാഷ് ക്യാമറകൾ മേടിക്കുന്നത്. കാരണം നല്ല കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി ഉള്ള ക്യാമറകൾ കിട്ടുന്ന ഒരു സൈറ്റാണ് dashcam-insider.in. അപ്പോൾ നമ്മുടെ കോളേജിലേക്ക് വെക്കാനുള്ള ഒരു ഡാഷ് ക്യാമറയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യൂബോടെ ഈ ഒരു ഡാഷ് ക്യാമറയാണ് ഞാൻ വാങ്ങിയത്. ഇത് കണ്ടോ, ഈ ഒരു സംഭവമാണ്. നല്ല അടിപൊളി ഡാഷ് ക്യാമറ ആണ് കേട്ടോ. നമ്മുടെ സെൻലി ടൈപ്പ് പറഞ്ഞ ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ മാത്രമായിട്ട് കിട്ടുന്ന രീതിയിൽ, ഫ്രണ്ട് മാത്രം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമറ ഞാൻ വെക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ മെമ്മറി കാർഡ് കണ്ടല്ലോ, 128-ന്റെ 2 മെമ്മറി കാർഡോടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്യാമറ തരാനുള്ളതാണ്. അപ്പോൾ അടുത്തായിട്ട് മേടിച്ചത് നമ്മുടെ ഈ ഒരു വീലിന്റെ നടുക്ക് വെക്കുന്ന കപ്പാണ്. പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ വണ്ടിയുടെ അലോയി ആയിട്ട് ചേരുന്നില്ല. അതായത് അലോയുടെ സൈസോട് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നമ്മൾ എന്തായാലും മാറ്റുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ മേടിച്ചത് നമ്മുടെ ഗ്രില്ലൈറ്റ് ആണ്. കാരണം നമ്മുടെ എല്ലാ വണ്ടികൾക്കും നമ്മൾ ഗ്രില്ലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രില്ലൈറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികൾക്കും ഗ്രില്ലൈറ്റ് ഉള്ളതാണ്. നമ്മുടെ കോളേജിന് നമുക്കത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രില്ലൈറ്റ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ സൗണ്ട് സിസ്റ്റമാണ് അടുത്തായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഈ വീഡിയോയുടെ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇത് മൊത്തം നമ്മുടെ വണ്ടിയുടെ അകത്ത് കയറ്റാനുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മുടെ വണ്ടിയിൽ സൗണ്ട് സിസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. സ്പീക്കർ 2 സ്പീക്കർ എടുത്തുകൊണ്ട്, ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറിൽ വെക്കാനുള്ള 2 സ്പീക്കറാണ്. ഇത് നമ്മുടെ ട്യൂട്ടറാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമുക്ക് ഡാഷ്ബോർഡിൽ വെക്കാനുള്ള 2 ട്യൂട്ടറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സബ് വൂഫർ വയറിംഗ് കിറ്റ് ആണ്. നമ്മുടെ എല്ലാ വണ്ടികൾക്കും നമ്മൾ സബ് വൂഫർ ചെയ്തിട്ടുണ്ട്. സിന്നിനും സ്വിഫ്റ്റിനും 800-നും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളേജിനും നമ്മളൊരു സബ് വൂഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സബ് വൂഫർ വയറിംഗ് കിറ്റ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോളേജിലേക്കുള്ള സെറ്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ പയനിയറിൻ്റെ ആണ്. പയനിയറിൻ്റെ കാര്യം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഏത് ആൻഡ്രോയിഡ് സ്ക്രീൻ എടുത്താലും ഇതിൻ്റെ അത്രയും ക്വാളിറ്റി വേറെ ഒന്നിനും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പയനിയറിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്തും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. ഫീച്ചേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, 50 വാട്ട്സിൻ്റെ 4 സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സബ് വൂഫറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിസ്റ്റമാണ് പയനിയറിൻ്റെ. നല്ല ബെസ്റ്റ് പ്രൈസിനാട്ടോ നമുക്ക് രാഗത്തിൽ നിന്ന് തന്നത്. രാഗത്തിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. നിങ്ങൾക്ക് ആക്സറീസ് നല്ല ബഡ്ജറ്റിൽ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാഗത്തിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവരുടെ നമ്പർ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പീക്കറും ഞാൻ വാങ്ങിയത് നമ്മുടെ രാഗത്തിൽ നിന്നാണ്. ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം.
അപ്പോൾ നമ്മുടെ സ്പീക്കർ ഉള്ളിലായിട്ട് ഇരിപ്പുണ്ട്. ഞാനിത് പൊട്ടിച്ച് കാണിക്കാത്തത് വിശദമായിട്ടൊരു സൗണ്ട് സിസ്റ്റം ചെയ്യുന്നുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എന്നൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോയിൽ വിശദമായിട്ടാണ് ഇതൊക്കെ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ കോഴ്സിലേക്ക് നമ്മൾ വാങ്ങിയത്. ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഓരോരോ വീഡിയോകളായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഒരു ഗോവിന്ദ് സൈനിങ് ഔട്ട്.